നിങ്ങൾ ഈ കാണുന്ന ഗെയിം വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ മൊബൈലിൽ ഈ ഒരു ഗെയിം തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ബോൾ താഴെ പോകാതെ കൃത്യമായി തടയും. ഇതിനെ പോങ് ഗെയിം എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പോങ് ഗെയിം കളിക്കുന്നത് മനുഷ്യനല്ല. അപ്പൊ AI അല്ലേ നിങ്ങൾക്ക് ചോദിക്കാം. അതുമല്ലെങ്കിൽ തലയിൽ ചിപ്പ് വെച്ച കുരങ്ങൻ, അതുമല്ല. ഒരു ലാബിനകത്ത് പെട്രി ഡിഷിൽ വളർത്തിയെടുത്ത ഒരു കൂട്ടം ബ്രെയിൻ സെല്ലുകളും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നാഡീകോശങ്ങളും ചേർന്നുകൊണ്ട് ഈ പോങ് ഗെയിമിനെ ട്രെയിൻ ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ ഇലക്ട്രോഡുകളുടെ സഹായത്തോടു കൂടി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വളർന്നിരിക്കുന്ന ഈ ബ്രെയിൻ കോശങ്ങൾ ഈ പാഡിനെ എങ്ങനെ നീക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഗെയിം കളിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതെ, മനുഷ്യന്റെ തലച്ചോറ് മനുഷ്യന്റെ തലയ്ക്ക് നിന്ന് പുറത്തെടുക്കുക എന്നതിനേക്കാൾ മനുഷ്യന്റെ തലച്ചോറ് ലാബിൽ കോശങ്ങളായി വളർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഷണൽ പവർ അതിൽ നിന്ന് ഹാർനസ് ചെയ്യുന്ന കാലം വിദൂരമല്ല. ഒരുപക്ഷെ നാളുകളിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് ഡെസ്ക്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ സൈഡിലിരിക്കുന്ന CPU-നകത്ത് പ്രോസസ്സറുകളാകണമെന്നില്ല. ചിലപ്പോൾ ലാബിൽ വളർത്തിയെടുത്ത ബ്രെയിനുകളാകാം. അത് സാധ്യമാവുമോ? എത്രത്തോളം പുരോഗതിയുണ്ട് മനുഷ്യന്റെ ശരീരത്തിന് പുറത്ത് ബ്രെയിനുകൾ വളർത്തിയെടുത്തതിന് ശേഷം അത് കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റിക്ക് ഉപയോഗിക്കാൻ? അല്ലെങ്കിൽ AI വളർന്ന ഈ കാലത്ത് മെഷീനുകൾക്ക് മനുഷ്യനേക്കാൾ ബുദ്ധിയില്ലേ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലവിലെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഏകദേശം 1.102 എക്സാഫ്ലോപ്പ് ഓപ്പറേഷനുകൾ ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഫ്രോണ്ടിയറിൻ്റെ കപ്പാസിറ്റി പൂർണ്ണമാവാൻ വേണ്ടി ഏകദേശം 600 മില്യണിലധികം തുകയും 680 മീറ്റർ സ്ക്വയർ ഏരിയയും 145 കിലോമീറ്റർ നീളം വരുന്ന കേബിളുകളും 20 മെഗാവാട്ട് എനർജിയും 5800 കോടിയിലധികം ട്രാൻസിസ്റ്ററുകളുടെ സാന്നിധ്യവും വേണം. ഇതൊരു ഹ്യൂജ് നമ്പറാണ്. ഒരു എക്സാഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ എത്രയാണെന്നൊരു സംശയം വരും. കാരണം ഓപ്പറേഷണൽ കപ്പാസിറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാകണമല്ലോ. ഒരൊന്ന് കഴിഞ്ഞതിന് ശേഷം 18 പൂജ്യമുള്ളൊരു സംഖ്യ വിചാരിക്കുക. ഈ സംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള അത്ര എണ്ണം പ്രവർത്തനങ്ങൾ ഒരു സെക്കൻഡിൽ ആ കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയണം. നമ്മൾ ക്വിൻറ്റില്യൻ എന്ന് പറയും, അല്ലെങ്കിൽ ബില്യൺ എന്ന് പറയും. അതിനാണ് ഒരു എക്സാഫ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 100 കോടി മനുഷ്യരെ എടുത്ത് വയ്ക്കുക. ഈ മനുഷ്യരിൽ ഓരോരുത്തർക്കും 100 കോടി ജോലി കൊടുക്കുക. ഇതെല്ലാം ഒരു സെക്കൻഡിൽ ചെയ്യാൻ പറയുക. സങ്കല്പിക്കാൻ കഴിയും? അത്രയും ഫാസ്റ്റായിട്ട് ഒരു സെക്കൻഡിൽ ഓപ്പറേഷനുകൾ ചെയ്യാം. മാത്തമാറ്റിക്കൽ ഓപ്പറേഷനുകൾ, മറ്റേത് തരത്തിലുള്ള ഓപ്പറേഷനുകളും ചെയ്യാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനെ 1 എക്സാഫ്ലോപ്പ് കപ്പാസിറ്റി എന്ന് പറയും. അതിനേക്കാൾ സ്ലൈറ്റ്ലി കൂടിയ 1.102 എക്സാഫ്ലോപ്പ് ഓപ്പറേഷണൽ കപ്പാസിറ്റിയുള്ള ഫ്രോണ്ടിയറിനെ മുന്നിൽ വെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനെ തൊട്ടപ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പറയും സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ മനുഷ്യൻ എന്താണ്? മനുഷ്യൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടെത്തിയത്. പക്ഷേ ഒരു ശരാശരി മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ആക്ച്വൽ പൊട്ടൻഷ്യൽ, യഥാർത്ഥ ഒരു കഴിവെന്ന് പറയുന്നത് ഈ ഫ്രോണ്ടിയർ സൂപ്പർ കമ്പ്യൂട്ടറിനോളമുണ്ട്. ഒരു വ്യക്തിക്ക് 1 എക്സാഫ്ലോപ്പോളം ഓപ്പറേഷനുകൾ ഒരു സെക്കൻഡിൽ ചെയ്യാൻ കഴിയുന്ന ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്. അതേസമയം വെറും 20 വാട്ട്സ് എനർജി മാത്രം മതിയാകും ഇത് ചെയ്യുവാനും. ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ പോലെ മിമിക് ചെയ്യുന്ന യന്ത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. സിലിക്കൺ ബേസ്ഡ് ട്രാൻസിസ്റ്ററുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന അതടങ്ങിയ പ്രോസസ്സറുകളുള്ള യന്ത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതിന് നമ്മൾ ഊർജ്ജ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു. പലതരത്തിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളും ക്വാണ്ടം കമ്പ്യൂട്ടറുകളും നമ്മൾ അതിനു വേണ്ടി കണക്കാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബ്രെയിൻ ഏകദേശം അത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ എന്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഒരു കമ്പ്യൂട്ടേഷണൽ പവറായി ഉപയോഗിച്ചുകൂടാ? അതൊരു അവയവം മാത്രമാണോ? അതൊരു അവയവം മാത്രമാണെന്ന് നമ്മൾ കരുതുമ്പോഴും നല്ല രീതിയിലുള്ള പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് ഒരു ചെറിയ ക്വസ്റ്റ്യൻ തന്നാൽ മെഷീനെയും മനുഷ്യനെയും കമ്പയർ ചെയ്താൽ മെഷീനായിരിക്കും പെട്ടെന്ന് ചെയ്യുക. ഒരു 3 4 സംഖ്യകൾ എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ കമ്പ്യൂട്ടർ ചെയ്യും. എന്നാൽ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച ഒരു വ്യക്തി ഇന്ത്യയിൽ ജീവിച്ചിരുന്നു, ശകുന്തള ദേവി. 331 373 331 373 888. This is the question. Would you put the root over sign so that I know it's a root? Yeah. No, put a 3 there, please. The answer to this number 692. Yes, that's Is that correct? Yes, Thank you. that is Thank you very much. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിച്ചിരുന്നവർക്ക് തന്നെ കമ്പ്യൂട്ടറായിട്ട് വിശേഷിപ്പിക്കുന്നത് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് ബ്രെയിൻ അത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്നാണ് മനുഷ്യൻ്റെ. ഇതിൽ 2 കണ്ടീഷൻസിലാണ്, 2 സാഹചര്യത്തിലാണ് പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിനെ കാൽക്കുലേഷനിൽ ശകുന്തള ദേവി തോൽപ്പിച്ചിരുന്നത്. അത് 1977-ലാണ്. ഈ കാണിച്ചിരിക്കുന്ന വലിയ സംഖ്യ ഏത് സംഖ്യയുടെ ക്യൂബാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണ്ടെത്തുക. അത് 573 ആണെന്ന് വിത്തിൻ മിനിറ്റ്സ് ശകുന്തള ദേവി കണ്ടെത്തി.
അതുമാത്രമല്ല 201 ഡിജിറ്റുകൾ അടങ്ങിയ വലിയൊരു സംഖ്യയുടെ 23ാമത്തെ റൂട്ട് എത്ര എന്ന് ചോദിക്കുമ്പോഴും കമ്പ്യൂട്ടർ പറയുന്നതിനേക്കാൾ മുന്നേ ശകുന്തളാദേവി അത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അതുപോലെ 13 അക്കങ്ങൾ അടങ്ങിയ 2 സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ വെറും 28 സെക്കൻഡ് കൊണ്ട് ശകുന്തളാദേവി ഉത്തരം കണ്ടെത്തി. അതേസമയം പിന്നെയും 30 സെക്കൻഡുകൾ എടുത്തു അന്നത്തെ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടറിന് ആ കാൽക്കുലേഷൻ ചെയ്യാൻ. അതൊരു ഉദാഹരണം മാത്രമാണ്. അതൊരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് മാത്രം പറയാൻ കഴിയില്ല. ഒരു ബ്രെയിൻ അത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് ഒരു ഉദാഹരണം കാണിച്ചാൽ പോലും അത് സഫീഷ്യന്റ് ആണ്. ലോകത്തുള്ള സയന്റിസ്റ്റുകൾ, ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ ബ്രെയിനെ പലതരത്തിൽ ഉപയോഗിച്ചവരാണ്. അത് സയൻസിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ മാത്രമല്ല, ആർട്ടിലായാലും ഏത് ഫീൽഡിലായാലും ഫോക്കസ് ചെയ്യുന്ന മേഖലയിൽ നല്ല രീതിയിൽ മാറി വരാനുള്ള ഒരു ന്യൂറോ പ്ലാസ്റ്റിക് സ്വഭാവമുള്ള അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ് തലച്ചോറെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തലച്ചോറിനെയും മെഷീനെയും തമ്മിൽ ഫങ്ഷണലി ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുമെങ്കിലും അവയുടെ കപ്പാസിറ്റികളെ താരതമ്യപ്പെടുത്താൻ കഴിയും. അത് സ്പീഡിലായാലും സ്റ്റോറേജിലായാലും ഓപ്പറേഷൻ നമ്പറിലായാലും എഫിഷ്യൻസിയിലായാലും എല്ലാം തന്നെ. നമ്മുടെ തലച്ചോറിൻ്റെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 2500 ടെറാബൈറ്റ് ആണ്. 1 ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ജിഗാബൈറ്റ്. 1-2 വർഷങ്ങൾക്ക് ഇപ്പുറമേ ആകൂ ഒരു മൊബൈൽ ഫോണിൽ 1 ടെറാബൈറ്റ് ഇന്റർണൽ സ്റ്റോറേജ് ഒക്കെ വന്നു തുടങ്ങിയിട്ട്. 1 ടെറാബൈറ്റിന്റെ 2400 മടങ്ങോളം ഡാറ്റ സൂക്ഷിക്കാൻ നമ്മുടെ ഈ ചെറിയ ബ്രെയിനകത്തുള്ള ന്യൂറോൺസിനും അതിന്റെ സിനാപ്സുകൾക്കും സാധിക്കും എന്ന് പറയുമ്പോൾ എക്സ്പ്ലനേഷൻ വളരെ വ്യക്തമാണ്. ബ്രെയിനിന്റെ കപ്പാസിറ്റി വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ലാർവൽ സീബ്ര ഫിഷ് എന്ന് പറയുന്ന പ്രത്യേകതരം ജീവികൾക്ക് അതിന്റെ ശരീരത്തിൽ വെറും 1 മില്ലി വാട്ടിൽ താഴെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുപാടുകളെ നാവിഗേറ്റ് ചെയ്യാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഇരപിടിക്കാനും കഴിയും. നമ്മുടെ ശരീരം ടോട്ടൽ ഒരു 100 വാട്ട്സ് ഉപയോഗിക്കുമെങ്കിൽ അതിൻ്റെ 20% എനർജിയും ബ്രെയിനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബ്രെയിൻ ഒരു 20 വാട്ട്സ് ആണ് ഉപയോഗിക്കുക. അതേസമയം നമ്മുടെ ചുറ്റുപാടുമുള്ള മെഷീനുകൾ എത്രത്തോളം പവർ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗോ എന്ന് പറയുന്ന ഒരു ഗെയിമിനെയാണ് ഞാനിവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഗോ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഗെയിമാണ്. നന്നായിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ അതിലൊരു എക്സ്പെർട്ട് ആവാൻ സാധിക്കൂ. അപ്പോൾ മനുഷ്യനിൽ ഗോ ഗെയിമിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഗോ ഗെയിം എന്ന് പറയുന്ന ചെസ്സൊക്കെ പറയുന്നത് പോലെ ടൂർണമെന്റ് ആയിട്ട് നടത്താറുണ്ട്. എന്നാൽ 2017 ആൽഫ ഗോ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അന്നത്തെ ഗോ ഗെയിമിന്റെ ഏറ്റവും വലിയ ചാമ്പ്യനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് ട്രെയിൻ ചെയ്തു വരികയും മനുഷ്യനായിട്ടുള്ള കോമ്പറ്റീറ്റർ തോൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഏകദേശം 1,60,000-ഓളം ഗോ ഗെയിമിന്റെ വ്യത്യസ്തമായ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേണുകൾ നിരന്തരം പഠിച്ചതിന് ശേഷമാണ് ആൽഫാഗോ ഇത്തരത്തിൽ മനുഷ്യനെ തോൽപ്പിച്ചത്. ഈ ആൽഫാഗോയുടെ 1,60,000 ഗെയിമുകൾ ട്രെയിൻ ചെയ്തു എന്നുള്ള വസ്തുത എടുത്ത് വെച്ചതിന് ശേഷം അത് മനുഷ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ ഒരു വ്യക്തി ഒരു ദിവസം 5 മണിക്കൂർ ഈ ഗോ എന്ന് പറയുന്ന ഗെയിം ട്രെയിൻ ചെയ്യുകയാണ് എൻ്റെ കോംപ്ലക്സിറ്റി. അങ്ങനെ ഇരുന്നാൽ 175 വർഷത്തോളം നിരന്തരം പരിശ്രമിക്കണം ഈ 1,60,000-ഓളം ഗെയിമുകളെ പഠിക്കാൻ, യന്ത്രം പഠിച്ചതുപോലെ പഠിക്കാൻ. എന്നാൽ മെഷീന് ഇത് പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എത്രത്തോളം ട്രെയിൻ ചെയ്തു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്രയും ട്രെയിൻ ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ യന്ത്രത്തിന് പറ്റൂ. അതുമാത്രമല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു ഗെയിം ഏകദേശം 50 GPUവിൻ്റെ സഹായത്തോടു കൂടി 4 ആഴ്ചകളോളം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിച്ചാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ട്രെയിനിങ് ആൽഫാഗോയ്ക്ക് കൊടുത്തത്. അപ്പോൾ GPU പ്രവർത്തിക്കാൻ ആവശ്യം പോലെ ഊർജ്ജം വേണം. അത്തരത്തിൽ ഓരോ GPUവും എടുക്കുന്ന മെഗാവാട്ട്സ് കണക്കിനുള്ള ഊർജ്ജം കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 40 കോടി ജൂൾ ഊർജ്ജമാണ് ആൽഫാഗോ ഈ ഗോ എന്ന് പറയുന്ന ഗെയിമിൽ മനുഷ്യനെ തോൽപ്പിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. ഈ 40 കോടി ജൂൾ ഊർജ്ജം ഉണ്ടെങ്കിൽ മനുഷ്യന്റെ കണക്കിൽ ഒരു വ്യക്തിക്ക് 10 വർഷത്തിലധികം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു പ്രത്യേകത, അമേരിക്കയിലെ ഡാറ്റാബേസുകളാണ് പ്രധാനമായിട്ട് ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങളിലും ഉപയോഗിക്കുന്നത്. യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ആമസോൺ ആയാലും ഡാറ്റാബേസുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടല്ലെങ്കിലും മെജോറിറ്റി അമേരിക്കയിലാണ്. അതിനുവേണ്ടി ഏകദേശം ശരാശരി 34ഓളം കൽക്കരി പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതിയാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. അപ്പോൾ 2030 കൽക്കരി ഉപയോഗം കുറച്ച് കാർബൺ സീറോ ആവാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഈ 34 പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്ന 50 മെഗാവാട്ടിലധികമുള്ള ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഏകദേശം 17,000 മെഗാവാട്ടോളം ഊർജ്ജമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതേസമയം മനുഷ്യനത് 1600 കിലോ വാട്ട് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാം. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ബ്രെയിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഡാറ്റാബേസിന്റെ സ്റ്റോറേജ് വെറും 1600 കിലോ വാട്ട് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിന് യഥാർത്ഥ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡാറ്റാ സെന്ററിനേക്കാൾ 10 മടങ്ങിലധികം കപ്പാസിറ്റി ഉണ്ട്, എനർജി കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട്? സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, എനർജി കപ്പാസിറ്റി ഉണ്ട്, ടൈം എഫിഷ്യൻസി ഉണ്ട്. എല്ലാ തരത്തിലും നോക്കുമ്പോഴും മനുഷ്യൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിനാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സിലിക്കൺ പ്രോസസ്സിംഗ് യൂണിറ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി എന്ന് തിരിച്ചറിയാം. ഞാൻ ഈ പറഞ്ഞു വരുന്ന കഥ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും ബ്രെയിനിനെ പോലെയുള്ള യന്ത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നേരെ തിരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ
ബ്രെയിനിന് തുല്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നുകൂടി ചിന്തിക്കണം. അതായത് എന്തിനകത്ത് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം, പകരം നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ പെട്രി ഡിഷിലും മറ്റും ലാബിലും മറ്റും വളർത്തിയെടുത്ത് കൃത്യമായ രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഔട്ട്പുട്ടുകൾ കിട്ടുകയും പ്രോസസ്സുകൾ നടക്കുകയും ചെയ്യില്ലേ എന്നൊരു ബേസിക് ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നുണ്ട്. ഈ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് ഓർഗനോയിഡ് ഇൻ്റലിജൻസ്. ഓർഗനുകളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധി രൂപപ്പെടുത്തിയെടുക്കാനുള്ളൊരു ശ്രമം. ഇപ്പോൾ ഇൻ്റലിജൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന സാധനത്തെ പുറത്ത് വളർത്തിയെടുത്തുകൂടാ എന്നുള്ള ചോദ്യമാണ് അവിടെ ചെല്ലുന്നത്. ബ്രെയിൻ ഓർഗനോയിഡ്സ് എന്ന് പറയുന്നൊരു പദമുണ്ട്. ലാബുകളിലും മറ്റും വളർത്തിയെടുക്കുന്ന ബ്രെയിൻ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പഠിക്കുകയും അൾഷിമേഴ്സ്, ഷീസ്ട്രോഫീനിയ, ഡിമെൻഷ്യ, സിക്ക, അതുപോലെ തന്നെ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയായിട്ടാണ് ആദ്യം നമ്മൾ ബ്രെയിൻ ഓർഗനോയിഡ്സിനെ പരിഗണിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അസുഖങ്ങളുള്ള വ്യക്തികളുടെ ബ്രെയിനിൽ നിന്നും അവരുടെ ശരീരഭാഗങ്ങളിൽ നിന്നും നമ്മൾ ബ്രെയിനിൻ്റെ കോശങ്ങൾ വളർത്തിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാം. 2013 ആയതോടുകൂടി നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങളിൽ നിന്ന് പോലും ബ്രെയിൻ സെല്ലുകൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന സ്റ്റെം സെൽ ടെക്നോളജി ഒരു പൂർണ്ണ രൂപം പ്രാപിച്ചു. അതായത് നമുക്ക് ബ്രെയിൻ വളർത്തിയെടുക്കാൻ വേറെ ആരുടെയെങ്കിലും ബ്രെയിനിൻ്റെ ഭാഗം ആവശ്യമില്ല, ആരുടെയെങ്കിലും സ്റ്റെം സെല്ലുകൾ മതിയാവും. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് എന്താണ് സൈഗോട്ടിൽ സംഭവിക്കുന്നത്? അമ്മയുടെയും അച്ഛൻ്റെയും, അമ്മയുടെ ഓവും അച്ഛൻ്റെ ബീജവും ചേർന്നുകൊണ്ട് സൈഗോട്ട് രൂപപ്പെടുമല്ലോ. അതിൽ ഒരു ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കുമുള്ള വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതേപോലെ നമുക്ക് സ്റ്റെം സെല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റെം സെല്ലുകൾ രൂപപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ സെല്ലുകളെ അതിൽ നിന്ന് വളർത്തിയെടുക്കാം. അങ്ങനെ 2 ഡയമെൻഷണൽ സർഫസിൽ വളർന്ന് പന്തലിക്കാൻ കഴിയുന്ന കോശങ്ങളെ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരുന്നു. അത് 2013 അങ്ങനെ ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചറായിട്ട് വികസിപ്പിച്ചെടുത്ത ബ്രെയിൻ സെല്ലുകളിൽ സെല്ലുകളേക്കാൾ കൂടുതൽ നാഡീകോശങ്ങൾ വളരുന്നത് കണ്ടപ്പോഴാണ് ഇതിനെ എന്തുകൊണ്ട് ബ്രെയിൻ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒരു പാറ്റേണിലേക്ക് കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടേഷണൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ഗവേഷകർ മനസ്സിലാക്കുന്നത്. അത് ആരംഭിച്ചത് മറ്റൊരു വിപ്ലവകരമായിട്ടുള്ള കാര്യത്തിലേക്കായിരുന്നു. മെഷീനുകൾക്ക് പകരം ബ്രെയിൻ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിലേക്ക്. ബ്രെയിൻ സെല്ലുകളെ വളർത്തിയെടുക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ അതിനെ എങ്ങനെ ന്യൂട്രിയൻസും വിറ്റാമിൻസും പ്രോട്ടീൻസും കൊടുക്കും എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കാൻ ശരീരത്തിൻ്റെ നല്ലൊരു ഭാഗം 20% എനർജി ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ വെറും 1400 ഗ്രാം മാത്രമുള്ള തലച്ചോറിന് ആകെ ശരീരത്തിൻ്റെ 5-10% താഴെ മാത്രമേ ഭാരം കൊണ്ട് കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അതേസമയം എനർജി കൊണ്ട് 1/5 എനർജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിൻ സെല്ലുകൾ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ആ ഓരോ സെല്ലുകൾക്കും കൃത്യമായ രീതിയിലുള്ള ബ്ലഡ് വെസൽസിലൂടെ രക്തം എത്തുന്നത് പോലെ കൃത്യമായ രീതിയിൽ ന്യൂട്രിയൻസ് എല്ലായിടത്തും എത്തിച്ചേരണം എന്നൊരു പ്രശ്നമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള അഗാർ പോലെയുള്ളവയാണ് സെല്ലുകൾക്ക് നമ്മൾ എനർജി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായിരിക്കണമെന്നില്ല. എന്നാൽ ഈ ബ്രെയിൻ സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോമ്പോസിഷനും കിട്ടുന്ന പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽസ് എല്ലാം കിട്ടുന്ന തരത്തിലുള്ള സിസ്റ്റം ആവശ്യമുണ്ട്. അപ്പോൾ 2 ഡയമെൻഷനലി ബ്രെയിൻ സെല്ലുകൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ 3 ഡയമെൻഷനലി നമ്മൾ ബ്രെയിൻ വളർത്തിയെടുത്താൽ, ബ്രെയിൻ സെല്ലുകൾ വളർത്തിയെടുത്താൽ അതിൻ്റെ അകത്തുള്ള സെല്ലുകൾക്ക് കൃത്യമായിട്ട് ഊർജ്ജം കിട്ടാതെ അത് ഡൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ രീതിയിലുള്ള പഠനങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത്. ആ പ്രശ്നം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് എങ്ങനെ ഈ ബ്രെയിൻ സെല്ലുകളെ കൺട്രോൾ ചെയ്യും. ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. അത്തരത്തിൽ നമ്മൾ ബ്രെയിൻ സെല്ലുകളെ വളർത്തിയെടുത്താലുള്ള മറ്റൊരു ചോദ്യമാണ് എങ്ങനെ ബ്രെയിൻ സെല്ലുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, എങ്ങനെ തിരിച്ച് അവർ പറയുന്ന റെസ്പോൺസ് കിട്ടും. അതിന് പ്രത്യേക തരത്തിലുള്ള അറേകളുണ്ട്, ഇലക്ട്രോഡ് അറേകളുണ്ട്. ഈ അറേകളുടെ സഹായത്തോടു കൂടി പ്രത്യേകതരം ഇലക്ട്രോഡുകളാണല്ലോ. അപ്പോൾ ഈ ബ്രെയിൻ സെല്ലുകളെ കണക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ബ്രെയിനിൻ്റെ ഡാറ്റ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന EEG അഥവാ ഇലക്ട്രോ എൻസഫലോഗ്രാഫിൻ്റെ പ്രവർത്തനം ചിന്തിച്ചു നോക്കാം. ഒരു ശരാശരി വ്യക്തിയുടെ തലയിൽ നിന്ന് നമുക്ക് ഡാറ്റകൾ സ്വീകരിക്കാൻ ഏകദേശം 25 മിനിമം റോഡുകൾ ആവശ്യമുണ്ട്. അത് മുതൽ 250 റോഡുകൾ തലയിൽ വെക്കുകയാണെങ്കിൽ ബ്രെയിൻ സിഗ്നലുകളെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ബ്രെയിൻ സെല്ലുകളെയും അതിനകത്തുള്ള നാഡീകോശങ്ങളുടെ സംവേദനത്തെയും ഒക്കെ തന്നെ തിരിച്ചറിയാനും സിനാപ്സുകളെ പഠിക്കാനും അതിലുള്ള ഓരോ കോശങ്ങളുടെയും പ്രവർത്തനം ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സഹായത്തോടു കൂടി ഡാറ്റ റിട്രീവ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും ടെക്നിക്കലി ഒരു ബയോ പ്രോസസ്സറിനെ ആയിരിക്കും കിട്ടുക. ഇതിലൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആദ്യ ഘട്ടമായിരുന്നു 8 ലക്ഷത്തോളം ബ്രെയിൻ സെല്ലുകൾ അടങ്ങിയ ഒരു പെട്രി ഡിഷിനകത്ത് നിന്ന് നമ്മൾ പോങ് എന്ന് പറയുന്ന ഗെയിം കളിച്ചത്. പോങ് ഗെയിം എങ്ങനെ കളിക്കണമെന്ന് ബ്രെയിൻ സെല്ലുകളെ പഠിപ്പിച്ചത് വളരെ രസകരമായിരുന്നു. അതായത് പാഡിൽ നിന്നുള്ള അതിൻ്റെ പൊസിഷൻ സിഗ്നലും ബോളിൻ്റെ സിഗ്നലും ഒക്കെ പ്രത്യേകം ഇലക്ട്രോഡുകളുടെ സഹായത്തോടു കൂടി ബ്രെയിൻ സെല്ലുകളെ പഠിപ്പിച്ചു. അപ്പോൾ ഓരോ തവണ പാഡിൽ ഇറങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ആ ബ്രെയിൻ സെല്ലുകളിലേക്ക് പോകുന്നുണ്ട്. ബോളിൻ്റെ പൊസിഷൻ അറിയാൻ കഴിയുന്ന രീതിയിലുള്ള സിഗ്നലുകളും പല ഫ്രീക്വൻസിയിൽ അയക്കുന്നുണ്ട്. ക്രമേണ ഒരു 5 മിനിറ്റ് ആ ഗെയിം കളിക്കുന്നതിൻ്റെ ഇൻപുട്ട് കിട്ടിയ സമയത്ത്
ഈ ബ്രെയിൻ സെല്ലുകൾക്ക് മനസ്സിലായി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്. പിന്നെ വന്നത് ഔട്ട്പുട്ട് സിഗ്നലുകളാണ്. ഈ ഔട്ട്പുട്ട് സിഗ്നലുകളെ കൃത്യമായ രീതിയിൽ പാഡിൽ കണക്ട് ചെയ്തപ്പോൾ ഈ ബ്രെയിൻ സെല്ല് ഇറ്റ്സെൽഫ് പാഡിലായി മാറുകയും അത് ബോൾ താഴെ പോകാത്ത രീതിയിൽ തട്ടി തടയുകയും ചെയ്തു. പൂർണ്ണമായും 100% ബോൾ താഴെ പോകാതെ സംരക്ഷിച്ചൊന്നുമില്ല, പക്ഷേ ഒരു റാൻഡം ചാൻസിനേക്കാൾ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ബ്രെയിൻ സെല്ലുകൾക്ക് സാധിച്ചു. ഈ 5 മിനിറ്റ് ട്രെയിനിങ് കൊണ്ട് ഒരു വലിയ ഗെയിം എന്ന് പറയാൻ ആ ഒരു ബുദ്ധി ആവശ്യമുള്ള ഗെയിമിനെ അത് മിമിക്ക് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ ബ്രെയിൻ സെല്ലുകൾ മരിച്ചു പോകാതെ അതിനെ അതേ കണ്ടീഷനിൽ വെച്ച് പിറ്റേന്ന് നോക്കിയപ്പോൾ അത് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ മറന്നുപോയി. മീൻസ് അതിൽ ഡാറ്റ നിലനിന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് നമ്മുടെ തലച്ചോറിൽ എങ്ങനെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു, ഓർമ്മയും ചിന്തയും ബുദ്ധിയും ഒക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ പർപ്പസുകൾ അറിയാൻ സാധിക്കും. അത് പഠിക്കാനും നമ്മളെ ഈ ബ്രെയിൻ ഓർഗനോയിഡ്സ് സഹായിക്കും എന്നുള്ളതാണ് വസ്തുത. ബ്രെയിൻ സ്റ്റഡി എന്ന് പറയുന്നത് മറ്റ് ശരീരാവയവങ്ങളെ പഠിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. കാരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്രെയിനിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ എന്തായാലും എത്തിക്കലായിട്ടുള്ള മാർഗ്ഗങ്ങളില്ല. മരിച്ചു കഴിയുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഒരു അവയവം മാത്രമാണ് ബ്രെയിൻ. അതിനകത്തുള്ള പ്രവർത്തനങ്ങളെ അപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. ഒരു ആർട്ടിഫിഷ്യൽ ബ്രെയിൻ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അതൊരു വ്യക്തിയിൽ നിന്ന് എടുത്തതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ലൊക്കേഷനുകളും ഓരോ സിനാപ്സുകൾ പ്രവർത്തിക്കുന്ന നാഡി സിഗ്നലുകൾ പോകുന്ന ട്രാക്കുകളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ബ്രെയിൻ ഓർഗനോയിഡ്സിനെ കുറിച്ച് പഠിക്കുന്നത് തന്നെ ഓർഗനോയിഡ് ഇൻ്റലിജൻസ് കണ്ടെത്താൻ സഹായിക്കും എന്നുള്ള മറ്റൊരു വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞാൻ ഈ വീഡിയോ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരുപാട് പേരുടെ മനസ്സിൽ വന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ടറിയാം അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുമായിരുന്നില്ല. അതായത് ഈ വളർന്നു വന്ന ബ്രെയിനുകൾ ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യം. അതിൽ പല ചോദ്യം അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യം ഏകദേശം എത്ര മാസം, 9ഓളം മാസം എടുത്തുകൊണ്ട് ഒരു കുഞ്ഞ് വളർന്നു വന്ന് പൂർണ്ണ വളർച്ചയുള്ള തലച്ചോറ് എത്തിയതിനു ശേഷം പിന്നീട് അത് വർഷങ്ങളെടുത്താണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങുന്നത്. ഈ രീതിയിൽ തന്നെയായിരിക്കും ബ്രെയിൻ സെല്ലുകളെ നമ്മൾ വളർത്തിയെടുത്താൽ സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു ബ്രെയിനിൻ്റെ സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന വ്യക്തിയെ പോലെ തന്നെ ബ്രെയിൻ സെല്ലുകൾക്കും കോൺഷ്യസ്നെസ് അഥവാ ബോധതലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ബോധം മാത്രമല്ല, വേദന, ആഗ്രഹങ്ങൾ, അവബോധം, തിരിച്ചറിവ്, പ്രീ എക്സിസ്റ്റിംഗ് മെമ്മറി, നമ്മൾ ഡാറ്റ ട്രെയിൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഭാവന ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ? അങ്ങനെ മനുഷ്യനും മറ്റു മൃഗങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ബ്രെയിൻ സെല്ലുകളിൽ നടക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പഠനങ്ങൾ നടക്കുന്ന മേഖലയിൽ എത്തിക്കൽ കമ്മിറ്റികൾ ഉണ്ടാകാറുണ്ട്. അവർ കൃത്യമായി ഇതിനെ പഠിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഗ്നലുകൾ മാത്രമാണ് ബ്രെയിനിലേക്ക് പോയിട്ട് ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യുന്നത്. വേദന പോലെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി പ്രത്യേകം റിസപ്റ്ററുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെയിന് അത് പ്രത്യേക തരത്തിൽ നമ്മുടെ ശരീരത്തിൽ എക്സ്പ്രസ് ചെയ്യും. വേദനയായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നേരിട്ട് ബ്രെയിൻ കൊടുക്കുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ്, ബ്രെയിൻ അല്ല ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിൻ പർപ്പസുകൾ മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ് ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എല്ലാ ഗവേഷകരും പറയുന്നത് എന്നതാണ് വസ്തുത. പിന്നീട് പലതരത്തിലുള്ള ഇൻഡ്യൂസ്ഡ് സംവിധാനത്തിലൂടെ ഈ ബ്രെയിൻ വളർന്നു വരാനെടുക്കുന്ന ട്രെയിൻ ചെയ്യാനെടുക്കുന്ന സമയം കുറയ്ക്കുകയും കൃത്യമായ രീതിയിൽ അതിന് നല്ല ഡാറ്റകൾ കൊടുത്തുകൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കാനും കഴിയുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ഏകദേശം 10 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യൻ്റെ തലച്ചോറിനേക്കാൾ 6-7 മടങ്ങ് വലിപ്പമുള്ള ബ്രെയിനുകൾ ഉണ്ടാക്കിയെടുത്താൽ അതിൻ്റെ പ്രോസസ്സിംഗ് പവറും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവും ആ ബ്രെയിനിന് തത്തുല്യമായിട്ടുള്ള വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. അതായത് ഒരു വലിയ ബ്രെയിനിനെ കൃത്യമായിട്ട് നമുക്ക് ഒരു ലാബിനകത്ത് കൺട്രോൾ ചെയ്ത് നല്ല കണ്ടീഷനിൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് ലോകത്തുള്ള എല്ലാ സൂപ്പർ കമ്പ്യൂട്ടറുകളേക്കാൾ കമ്പ്യൂട്ടിംഗ് പവറും വേഗതയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതപ്പോഴും മാംസമാണ്. ഏകദേശം 70% അടുപ്പിച്ച് വരുന്ന വെള്ളവും കുറേ മെറ്റീരിയലുകളും കൃത്യമായിട്ട് പോഷകാഹാരവും കൊടുക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ഓർഗൻ. പക്ഷേ ആ ഓർഗൻ വളർത്തിയെടുക്കാനായിട്ട് സ്റ്റെം സെൽ കൊടുത്ത ഡോണറുണ്ട്. അയാളുടെ കൺസെൻറ്റിനെ കുറിച്ച്, അയാൾക്ക് ഉള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ അവയവം വളർത്തിയെടുത്തതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞതെങ്കിൽ അതിനെക്കുറിച്ച്, ഈ അവയവത്തിന് സ്വയം ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അവകാശത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം ഓതൻറ്റിക്കായിട്ട് നമുക്കിതിനെ വിശ്വസിക്കാൻ കഴിയും. കാരണം മനുഷ്യൻ്റെ ബ്രെയിനുകൾക്ക് ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കഴിയുന്നു എന്നതുപോലെ തന്നെ വിവേകപരമായി ചിന്തിക്കാനും ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇറർ മനഃപൂർവ്വം തരാനും അതുപോലെ തന്നെ മനഃപൂർവ്വം ഡിലേ ചെയ്യാനുമുള്ള ശേഷിയുണ്ട്. ഒരുപക്ഷെ ഒരു കൂട്ടം ബ്രെയിൻ സെല്ലുകൾ ചേർന്ന് ബ്രെയിനിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെ അത് പ്രവർത്തിക്കണമെന്നോ മനഃപൂർവ്വമായ തെറ്റുകൾ അത് കാണിക്കുമ്പോൾ ഇതിൻ്റെ ഇറർ തിരിച്ചറിയാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ പരിമിതികളെക്കുറിച്ചും ഈ എത്തിക്കൽ ഇഷ്യൂസ് വരുന്ന വേദന, സന്തോഷം, ഭാവം,
അതുപോലെ തന്നെ വളരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് എന്നിവയെക്കുറിച്ചും കൃത്യമായ പഠനങ്ങൾ നടന്നതിന് ശേഷം മാത്രമേ എക്സ്ക്ലൂസീവായിട്ട് ബ്രെയിനിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഗനോയിഡ് ഇൻ്റലിജൻസിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പഠനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ചാണ്. നമ്മൾ എന്ന് പറയുന്ന ബോധം എവിടെയാണ്, നമ്മുടെ ചിന്തകൾ എവിടെയാണ്, നമ്മുടെ ഓർമ്മകൾ എവിടെയാണ്, ഇതെല്ലാം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ആൻസറുകൾ പറയുന്ന ഒരു വലിയ തലത്തിലാണ് ഈ ഓർഗനോയിഡ് ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള പഠനം ചെന്നെത്തുന്നത്. നമ്മുടെ തലയ്ക്ക് പുറത്തൊരു ബ്രെയിൻ വളർത്തിയെടുത്താൽ അതിൻ്റെ ഓരോ കോണുകളെയും സസൂക്ഷ്മം പഠിക്കാനും ഓരോ കോശങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാനും നമ്മുടെ ഓരോ അവസ്ഥകളെയും, നമ്മുടെ തോട്ട്സ്, നമ്മൾ എന്തുകൊണ്ടൊരു മതത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ എന്തുകൊണ്ടൊരു പർട്ടിക്കുലർ കാര്യത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, നമുക്ക് എന്തുകൊണ്ട് അൾഷിമേഴ്സ് വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിമെൻഷ്യ വരുന്നു, അങ്ങനെ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്ന, നമ്മളെ ക്യൂരിയസ് ആക്കി മാറ്റാൻ കാരണമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും പിന്നിൽ ബ്രെയിനകത്തുള്ള എന്ത് പ്രോസസ്സാണെന്ന് തിരിച്ചറിയാം. സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച്, നമ്മൾ ഒരു കാര്യത്തെ വെച്ചുകൊണ്ടെടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച്, ആ തീരുമാനത്തിലുണ്ടാക്കാവുന്ന വ്യത്യാസത്തെക്കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. പ്ലസ് ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് പകരമുള്ള ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. യന്ത്രങ്ങളെ കൂടുതൽ ബ്രെയിൻ ലൈക്ക് ആക്കാൻ നോക്കാതെ ബ്രെയിനിനെ കൂടുതൽ യന്ത്രം ലൈക്ക് ആക്കാൻ, അല്ലെങ്കിൽ യന്ത്രത്തെ പോലെയാക്കാനാണ് ഓർഗനോയിഡ് ഇൻ്റലിജൻസിനെ കുറിച്ച് ശ്രമിക്കുന്നത്. മറുഭാഗത്ത് മനുഷ്യനെയും കമ്പ്യൂട്ടറിനെയും ബന്ധിപ്പിക്കുന്ന ന്യൂറാലിങ്കിൻ്റെ പഠനവുമായിട്ട് ഇലൺ മസ്കിൻ്റെ കീഴിലുള്ള കമ്പനി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വന്നിരുന്നു. നമ്മളത് ചെയ്തില്ല, എന്നാലും ആ വാർത്ത കൂടിയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ്. അതുമാത്രമല്ല, നമ്മുടെ ഒരു സുഹൃത്ത് നിരന്തരം കമൻറ്റ് ബോക്സിൽ ഈ ഒരു ടോപ്പിക്ക് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന വസ്തുതയുണ്ട്. എന്തായാലും വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മികച്ച വീഡിയോകൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും JR സ്റ്റുഡിയോയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള മാർഗ്ഗങ്ങൾ, പലതരത്തിലുള്ള ഓപ്ഷനുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പരിഗണിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ മെമ്പർഷിപ്പ് എടുക്കാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.